ഡ്യൂട്ടി ഫ്രീ കിട്ടുന്ന ആകെ 2 കാര്യങ്ങളും ഡ്യൂട്ടി ഫ്രീ ഉള്ള അവിടെ. അതായത് സ്പിരിറ്റ് ആൻഡ് സിഗരറ്റ്. ബാക്കിയെല്ലാം ഡ്യൂട്ടി പെയ്ഡ് ആണ്. ദർ ആർ സം പീപ്പിൾ who wants to spend time and money in the airport. So they make you buy things from there. 4 മണിക്കൂറും 5 മണിക്കൂറും മുമ്പ് എയർപോർട്ട് വരാൻ പറയുന്നത് അതാണ് കാര്യം. ഷോപ്സുകൾ, ഇഷ്ടംപോലെ ഷോപ്സുകളുണ്ട്. അതായത് ലോകത്തുള്ള എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഷോറൂംസ് എയർപോർട്ടിനകത്തുണ്ട്. ഈവൻ അറൈവലുണ്ടാവും, ഡിപ്പാച്ചറിലുണ്ടാവും. വലിയ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ വൺസ് യു ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ, എമിഗ്രേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ സെക്യൂരിറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷോപ്സിനകത്തൂടെ പോകുന്നത് ടിൽ യു ബോർഡ് ദ എയർക്രാഫ്റ്റ്. ഈ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ദേ മേക്ക് യു ബൈ തിങ്സ് ഫ്രം ദെയർ. അതുകൊണ്ടാണ് 4 മണിക്കൂറും 5 മണിക്കൂറും മുമ്പ് എയർപോർട്ട് വരാൻ പറയുന്നത് അതാണ് കാര്യം. ദർ ആർ സം പീപ്പിൾ who wants to spend time and money in the airport. ഡ്യൂട്ടി ഫ്രീ കിട്ടുന്ന ആകെ 2 കാര്യങ്ങളും ഡ്യൂട്ടി ഫ്രീ ഉള്ള അവിടെ. അതായത് സ്പിരിറ്റ് ആൻഡ് സിഗരറ്റ്. ബാക്കിയെല്ലാം ഡ്യൂട്ടി പെയ്ഡ് ആണ്. ബട്ട് എല്ലാവരും ധാരണ അവിടെ കിട്ടുന്ന എല്ലാം ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഡേ ബൈ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് സാധനം വാങ്ങിച്ചു കൊണ്ടിരുമ്പോൾ ലഗേജിന് കാശ് കൊടുക്കണം. ഇവിടെ ആകുമ്പോഴത്തേക്കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇവിടുന്ന് യു ക്യാൻ ബൈ 20-30 കിലോസ് ഓഫ് തിങ്സ് ആൻഡ് ഗോ. ഒരാൾ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് കൊച്ചി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടി ഫ്രീ സാധനം വാങ്ങിക്കുമ്പോൾ ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഫോർ വെയിറ്റ് ഇൻ ദിസ്. അവർക്ക് നേരെ പുറത്തേക്ക് കൊണ്ടുപോവാണ്. യു ഗെറ്റ് സെയിം ഐറ്റംസ് വാട്ട് യു ഗെറ്റ് ഇൻ ദുബായ്. ഇവിടെ അതിലും കുറച്ച് ചീപ്പായിട്ട് കിട്ടും ഇവിടെ.